നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒന്നാമത്തെ റൗണ്ടിൽ ഗുകേഷും ഡിങ്ങും ഫ്രഞ്ച് ഡിഫൻസിൽ കളിച്ച ഗെയിം നോക്കാം. പോൺ E4, പോൺ E6, ഫ്രഞ്ച് ഡിഫൻസ്. വൈറ്റ് E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് D5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ E6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഈ നീക്കത്തെ ബ്ലാക്ക് പ്രതിരോധിക്കുന്നു. പോൺ D4, E4, D4 എന്നീ നീക്കം നടത്തുമ്പോൾ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുവാൻ സാധിക്കുകയും വൈറ്റിൻ്റെ മൈനർ പീസുകളെ വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പോൺ D5, E4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ വൈറ്റിന് D5-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുകയോ E5 എന്ന നീക്കം നടത്തിക്കൊണ്ട് അഡ്വാൻസ് വേരിയേഷനിലേക്ക് നീക്കം നടത്തുകയോ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ സംരക്ഷിക്കുകയോ ചെയ്യാം. നൈറ്റ് C3 പോണിനെ സംരക്ഷിക്കുന്നു. നൈറ്റ് F6, പോൺ E5 പോൺ ഉപയോഗിച്ചുകൊണ്ട് F6-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് D7. ഈ ഒരു പൊസിഷൻ കാണുമ്പോൾ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം ഒരു ക്ലോസ്ഡ് പൊസിഷനിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഗുകേഷ് വിശ്വസിക്കുന്നത്. പോൺ F4, നൈറ്റ് F3 എന്ന നീക്കം നടത്തുന്നതിന് മുമ്പ് F4 എന്ന നീക്കം നടത്തിക്കൊണ്ട് E5-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. പോൺ C5, D4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. നൈറ്റ് E2 നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് D4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. നൈറ്റ് C6 ബ്ലാക്കിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള ക്ലോസ്ഡ് പൊസിഷൻ ഓപ്പൺ പൊസിഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. പോൺ C3 വൈറ്റ് ഈ ഒരു ക്ലോസ്ഡ് പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് കിങ് സൈഡിലൂടെ ഒരു ആക്രമണം നടത്തുവാനാണ് ശ്രമം നടത്തുന്നത്. പോൺ A5, B4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. നൈറ്റ് F3, പോൺ A4 വൈറ്റ് കിങ് സൈഡിലൂടെ ഒരു ആക്രമണം പ്ലാൻ ചെയ്യുമ്പോൾ ബ്ലാക്ക് ക്യൂൺ സൈഡിലൂടെ ഒരു ആക്രമണം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ ക്യൂൺ സൈഡ് തകർക്കുവാൻ ശ്രമിക്കുന്നു. ബിഷപ്പ് E3 D4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം കൂടി നൽകുന്നു. ബിഷപ്പ് E7 ബ്ലാക്ക് വളരെ പെട്ടെന്ന് തന്നെ കാസ്ലിംഗ് ചെയ്യുവാനുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. പോൺ G4, F5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം വൈറ്റ് ഏറ്റെടുക്കുന്നു. ക്യൂൻ A5 C3-ലിരിക്കുന്ന പോണിനെ പിന്നിങ്ങിലാക്കുന്നു. ബിഷപ്പ് G2, പോൺ A3 വൈറ്റിൻ്റെ മനോഹരമായ ഒരു പോൺ സ്ട്രക്ചർ നശിപ്പിക്കുവാൻ ബ്ലാക്ക് ശ്രമിക്കുന്നു. പോൺ B3, C takes D4 C3-ലിരിക്കുന്ന പോണിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് പിന്നിങ്ങിലാക്കിയതുകൊണ്ട് C takes D4 എന്ന നീക്കം നടത്തുവാൻ വൈറ്റിന് സാധിക്കുകയില്ല. പോൺ B4 പോൺ ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ C7 ക്യൂൻ C7 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം C3-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. നൈറ്റ് ടേക്സ് D4 C takes D4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ B4-ലിരിക്കുന്ന പോണിനെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നൈറ്റ് ടേക്സ് D4 എന്ന നീക്കം നടത്തുന്നത്. നൈറ്റ് B6 ഓരോ നീക്കം നടത്തുമ്പോഴും വൈറ്റിൻ്റെ വീക്ക് സ്ക്വയറുകൾ സ്വന്തമാക്കുവാനുള്ള ശ്രമമാണ് ബ്ലാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിങ് സൈഡ് കാസ്ലിംഗ് വൈറ്റ് കാസ്ലിംഗ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഇനി ശ്രമിക്കുന്നത് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം ഓപ്പൺ ചെയ്തുകൊണ്ട് കിങ് സൈഡിലേക്ക് ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളതാണ്. നൈറ്റ് C4 E3-ലിരിക്കുന്ന ബിഷപ്പിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് F2 ബിഷപ്പ് D7 ക്യൂൻ E2 നൈറ്റ് ടേക്സ് D4 നൈറ്റ് ടേക്സ് D4 ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ F3-ലിരിക്കുന്ന നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെയും ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് B2 നൈറ്റ് B2 എന്നൊരു നീക്കം ഈ ഒരു ഗെയിമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്.
C3-യിലിരിക്കുന്ന പോണിനെ ആക്രമിക്കുകയും നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് D1, D6, C5 എന്നീ പ്രധാനപ്പെട്ട 3 സ്ക്വയറുകൾ നിയന്ത്രിക്കുവാനും B2-വിലിരിക്കുന്ന നൈറ്റിന് സാധിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് കാസ്ലിംഗ് ചെയ്തില്ലെങ്കിൽ പോലും വൈറ്റിൻ്റെ ക്യൂൻ സൈഡിലേക്ക് ശക്തമായ ആക്രമണം അഴിച്ചുവിടുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ക്യൂൻ E3, റൂക്ക് C8, C3-യിലിരിക്കുന്ന പോണിനെ നിരന്തരം ആക്രമിക്കുന്നു. റൂക്ക് A C1, ക്യൂൻ C4, ക്യൂനും നൈറ്റും ഉപയോഗിച്ചുകൊണ്ട് D3 എന്ന സ്ക്വയർ ബ്ലാക്ക് സ്വന്തമാക്കുന്നു. പോൺ F5, ക്യൂൻ D3, ക്യൂൻ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും. ക്യൂൻ E1, ബിഷപ്പ് G5, ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് C2, ബ്ലാക്ക് ഡിഫെൻസിങ്ങിലായിരുന്നു നീക്കങ്ങൾ നടത്തിയിരുന്നത് എങ്കിലും മിഡിൽ ഗെയിം ആരംഭിക്കുന്നതോടുകൂടി വൈറ്റിനെ സമ്മർദ്ദത്തിലാക്കുവാൻ ബ്ലാക്കിന് സാധിച്ചിരിക്കുന്നു. റൂക്ക് C4, ബ്ലാക്കിൻ്റെ റൂക്ക് C4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ C2-വിലിരിക്കുന്ന റൂക്കിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും അപ്പോൾ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. പോൺ H4, G5-ലിരിക്കുന്ന ബിഷപ്പിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് F4, ബിഷപ്പിനെ മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ട് H2 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം കൂടി ബ്ലാക്ക് ഏറ്റെടുക്കുന്നു. ക്യൂൻ B1, വൈറ്റ് QB1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ക്യൂനിന് ഒരു ഡിസ്കവർ അറ്റാക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് ടേക്സ് C3, റൂക്ക് ടേക്സ് C3, ക്യൂൻ ടേക്സ് C3. ബ്ലാക്കിൻ്റെ മൈനർ പീസുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ E5-ലും B4-ലും ഇരിക്കുന്ന പോണുകളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടിരിക്കുന്നു. F ടേക്സ് E6, F ടേക്സ് E6, നൈറ്റ് E2, നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനും ബിഷപ്പിനും ഒരു ഫോർക്ക് നൽകുന്നു. ക്യൂൻ ടേക്സ് E5, ക്യൂൻ ടേക്സ് E5 എന്ന നീക്കം നടത്തുമ്പോൾ E2-വിലിരിക്കുന്ന നൈറ്റിന് ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. നൈറ്റ് ടേക്സ് F4, ക്യൂൻ ടേക്സ് F4, ക്യൂൻ C2. വൈറ്റിൻ്റെ പോണുകൾക്ക് സംരക്ഷണം നൽകുവാൻ സാധിക്കുന്നില്ല. ക്യൂൻ C4, ക്യൂൻ D2. എന്നാൽ ഈ ഒരു പൊസിഷനിൽ ക്യൂനിനെ ക്യാപ്ചർ ചെയ്താൽ പിന്നീട് ബ്ലാക്കിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. കിങ് സൈഡ് കാസ്ലിംഗ്, ബിഷപ്പ് D4, നൈറ്റ് D3. നൈറ്റ് D3 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. ക്യൂൻ E3, റൂക്ക് ടേക്സ് F8 എന്ന നീക്കം നടത്തിയതിന് ശേഷം ക്യൂൻ E3 എന്ന നീക്കം നടത്താമായിരുന്നു. റൂക്ക് ടേക്സ് F1, ബിഷപ്പ് ടേക്സ് F1, ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ പിൻ ചെയ്യുന്നു. പോൺ E5, എന്നാൽ E5 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ഈ ഒരു നീക്കത്തെ ബ്ലാക്ക് പ്രതിരോധിക്കുന്നു. ബി ടേക്സ് E5. ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ ഒരു പോണിനെ പോലും സംരക്ഷിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് പോണുകളിരിക്കുന്നത്. ക്യൂൻ ടേക്സ് G4, ചെക്ക്. ബിഷപ്പ് E2, ബിഷപ്പ് E2 എന്ന നീക്കത്തിന് പകരം ബിഷപ്പ് G3 എന്ന നീക്കം നടത്താമായിരുന്നു. ബിഷപ്പ് F5, ബിഷപ്പ് G3, ബിഷപ്പ് G3 എന്ന നീക്കം നടത്തുമ്പോൾ ക്യൂൻ E8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേച്ച് ഉണ്ടാക്കിയെടുക്കുവാൻ
കഴിയുന്ന ഒരു പൊസിഷനിലായിരുന്നു. എന്നാൽ ബ്ലാക്ക് നിഷ്പ്രയാസം ആ ഒരു പൊസിഷൻ മറികടക്കുന്നു. ബിഷപ്പ് E4, BE4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് E8 എന്ന നീക്കം നടത്തുന്നത് ബ്ലോക്ക് ചെയ്യുകയും വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു. കിങ് H2, പോൺ H6, ഒരു ബാക്ക് റാങ്ക് മേറ്റ് ഒഴിവാക്കുക എന്നതാണ് H6 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം. ബിഷപ്പ് H3, ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ D8, ക്യൂൻ H1 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നത്. ബ്ലാക്കിൻ്റെ നൈറ്റും ബിഷപ്പും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ വൈറ്റിൻ്റെ 2 ബിഷപ്പുകൾക്കും ക്യൂനിനും സാധിക്കുന്നില്ല. ബിഷപ്പ് D6, BD6 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ഒരു 1 മൂവ് മേറ്റ് ഒഴിവാക്കുന്നു. ക്യൂൻ C2 ചെക്ക്, കിങ് G3, ക്യൂൻ ടേക്സ് A2. A3യിലിരിക്കുന്ന പോണിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നത്. ബിഷപ്പ് E6 ചെക്ക്, കിങ് H8, KH8 എന്ന നീക്കത്തോടു കൂടി ഈ ഗെയിം ഗുകേഷ് റിസൈൻ ചെയ്യുന്നു. ഫിഡെ വേൾഡ് കപ്പിലെ ആദ്യത്തെ ഗെയിം ഡിങ്ങിന് വിജയിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഇതിൽ ഡിങ്ങിൻ്റെ ഒരു വിജയം എന്നതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലാക്ക് പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിഫെൻസിങ്ങിൽ കളിച്ച് പിന്നീട് വളരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ട് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിച്ചു എന്നുള്ളതാണ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.